ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമാണോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ. അതിനുവേണ്ടി ഒരു ചട്ടി എടുത്ത് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത പൈനാപ്പിൾ, ആവശ്യത്തിന് ശർക്കര, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. പൈനാപ്പിൾ അവിടെ കിടന്ന് വെന്ത് വരട്ടെ, അപ്പോഴേക്കും അരപ്പ് തയ്യാറാക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് അരമുറി തേങ്ങ, ആവശ്യത്തിന് തൈര്, ഒരു ടീസ്പൂൺ കടുക്, 4 പച്ചമുളകും ചേർത്ത് നന്നായി അരച്ചെടുക്കണം. പൈനാപ്പിളിൽ ഉള്ള വെള്ളമൊക്കെ വറ്റി ഇതുപോലെ വരണം. പൈനാപ്പിൾ വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. പൈനാപ്പിളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. നൊര വരുമ്പോൾ ചട്ടി മാറ്റി വെച്ച് താളിച്ചൊഴിക്കണം. ഇനി ഒരു ചട്ടി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിയതിനു ശേഷം ഉഴമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഈ താളിക്ക് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈനാപ്പിൾ പച്ചടി. എൻ്റെ വീട്ടിൽ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുമ്പോൾ മുന്തിരിങ്ങ ചേർക്കാറില്ല. ഇതൊരു ഭംഗിക്ക് വേണ്ടി മുന്തിരിങ്ങ ചേർത്തതാണ് കേട്ടോ. പൈനാപ്പിൾ പച്ചടിയിൽ മുന്തിരിങ്ങ ചേർക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.